ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഏപ്രിൽ മാസം പരിശുദ്ധാരൂപിയുടെ വണക്കമാസം 20-ാം ദിവസം. റുഹാദ് ഖുദ്ദാസ കടുപ്പമുള്ളവയെ മഴയപ്പെടുത്തുന്നു എന്നതിനെക്കുറിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ പ്രായോഗിക ചിന്തകൾ: പാപികളുടെ ഹൃദയകാഠിന്യത്തെ മയപ്പെടുത്തണമെന്ന് നീ പരിശുദ്ധാരൂപിയോട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇതര വിശ്വസ്തരുടെ ഏറെക്കുറവുകൾ നീ എങ്ങനെ ക്ഷമിച്ചു വരുന്നു? മക്കൾക്കെടുത്ത മനോവിശ്വാസവും സ്നേഹവും നിനക്ക് ദൈവത്തിൻ്റെ നേരെയുണ്ടോ? നമുക്ക് പ്രാർത്ഥിക്കാം. അലിവിൻ്റെ അരൂപിയായ റുഹാദ് ഖുദ്ദാസ തമ്പുരാനെ, നീ എഴുന്നള്ളി വരിക, കടുപ്പമുള്ളവയെല്ലാം മയപ്പെടുത്തുന്നുള്ളതാക്കി തീർക്കുക. അങ്ങനെ നിന്റെ ദിവ്യ സ്നേഹതൈലത്തെ ഞങ്ങൾ ചിന്തുക. നിന്നെ വിചാരിക്കാതെയും സ്നേഹിക്കാതെയും ഹൃദയോടെ പാപത്തിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ഹൃദയവാതിലിനെ നിനക്കടച്ചിരിക്കുന്ന കഠിന പാപികളെ നീ കനിവോടെ സന്ദർശിക്കുക. നിന്റെ ശക്തി പ്രയോഗിച്ച് അവരുടെ ഹൃദയത്തിൽ കടുത്ത വാതിലുകളെ നീ തകർക്കണമേ. അലിവിൻ്റെയും അനുതാപത്തിൻ്റെയും ദാനം അവർക്ക് നൽകിയരുളണമേ. നിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആത്മാക്കളിൽ പിശാച് എന്തിനു വസിക്കുന്നു? നിന്റെ രാജ്യത്തിൽ അവൻ എന്തിനു ഭരണം നടത്തുന്നു? നിന്നെ സ്നേഹിപ്പാനായി നിർമ്മിക്കപ്പെട്ട ഹൃദയം നിന്നെ തന്നെ സ്നേഹിക്കട്ടെ. കഴിഞ്ഞുപോയ നഷ്ടത്തെ ഇനിയെങ്കിലും പരിഹരിക്കട്ടെ. എത്രയും സൗമ്യതയുള്ള ദിവ്യമാടപ്രാവേ, ദൈവമക്കളുടെ അവകാശമായ സമാധാനപ്രിയവും ഹൃദയസാധുതവും ഞങ്ങൾക്ക് തന്നിരുളയണമേ. ഏറെക്കുറവ് ക്ഷമയോടെ സഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പരിശുദ്ധ കൽപ്പനയെ ദഹിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. എത്രയും മാതിരി ഗുണമുള്ള അരൂപിയെ, നിന്റെ നുഖങ്ങൾക്ക് ഇമ്പമുള്ളതാക്കി തീർക്കുന്ന ദൈവസ്നേഹത്തെ ഞങ്ങൾക്ക് തന്നിരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സ്നേഹമില്ലാത്തിടത്ത് എല്ലാം ഭാരമായിരുന്നു, സ്നേഹത്തെ പ്രതി അല്ലാത്തതെല്ലാം ഫലമില്ലാത്തതുമാകുന്നു. സ്നേഹമില്ലാത്ത സ്ഥലം അത്രയും നരകവും. ആകിയാൽ നിന്റെ നേർക്കുള്ള മനസ്സിലും കൂടപ്പിറപ്പുകളോടുള്ള സ്നേഹവും പ്രമാണം അനുസരിപ്പാനുള്ള ശുഷ്കാന്തിയും ഞങ്ങൾക്ക് നീ തന്ന് ദൈവസ്നേഹത്തിലും പുണ്യഫലങ്ങളിലും ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ ഇടയാക്കിയിരണമേ എന്ന് എത്രയും എളിമയോടുകൂടി അങ്ങടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴെപ്പോഴും എന്നേക്കും ആമേൻ. പ്രതിജ്ഞ: മറ്റുള്ളവരെ കുറിച്ച് ദൂഷ്യമായൊന്നും സംസാരിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളാം. പാവനാരൂപിയേ, സ്നേഹസ്വരൂപനേ, ഞങ്ങളിൽ വന്നു നിറയേണമേ.